സത്യഭാമയ്ക്ക് പണമുണ്ട്, പക്ഷേ പിടിപാടും സ്വാധീനവും കുറഞ്ഞു. കാലത്തിനനുസരിച്ച് മാറാൻ സത്യഭാമയ്ക്ക് കഴിയാതെ പോയി. സരള പറയാറില്ലേ പവർ പൊളിറ്റിക്സ് എന്ന്. അവിടെ ഞാൻ പരാജയപ്പെട്ടു. സുസ്മിത കോർപ്പറേഷൻ മേയർ, ചന്ദ്രബോസ് വരെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. സത്യഭാമയും കുടുംബവും അവരിപ്പോഴും ആ പഴയ 6 വർഷം മുൻപ് നിന്നിടത്ത് തന്നെ. രാഘവേട്ട, എന്റെ കൺമുമ്പിൽ വെച്ച എന്റെ മകനെ ചന്ദ്രബോസ് കൈവച്ചത്. അതും എന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിട്ട് എന്റെ ഈ സത്യഭാമയുടെ. ഒരു ജില്ലാ കളക്ടറെ കാണാൻ അയാളുടെ ചേംബറിന് മുന്നിൽ കാത്തു കെട്ടി കിടക്കേണ്ടി വന്നു ഈ സത്യഭാമയ്ക്ക്. എന്നിട്ട് അയാളെ കാണാൻ അനുമതി തന്നോ എനിക്ക്? ഇല്ല. ഇപ്പോ സ്ഥലം മാറി വന്ന ആ കളക്ടറുടെ കരുണ ഇല്ലായിരുന്നെങ്കിൽ ഇവനിപ്പോഴും ജാമ്യമില്ലാതെ അകത്ത് കിടക്കുമായിരുന്നു. രാഘവേട്ട, അതിനേക്കാൾ വലിയൊരു തോൽവി ജീവിതത്തിലുണ്ടോ? നേരത്തെ ഇതുപോലൊരു കേസിൽ ചന്ദ്രബോസ് ഇവനെ പിടികൂടിയപ്പോ മിനിറ്റ് വെച്ച് ലോക്കപ്പിൽ നിറക്കിയത് ഈ ഷൺമുഖദാസ. അന്നത്തെ ആഭ്യന്തരമന്ത്രി നേരിട്ട് വന്നു. ഇവനെയൊന്നും തൊടാൻ പറ്റിയിട്ടില്ല ചന്ദ്രബോസിന്. അന്ന് ഞാൻ ചന്ദ്രബോസിനോട് പറഞ്ഞത്, ഇനി എന്റെ മകന്റെ ദേഹത്ത് അവന്റെ നിഴല് പതിഞ്ഞ അവനെ ഈ ഭൂമിയിൽ തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്ന. പക്ഷെ ഇന്നത് പറയാൻ ഈ സത്യഭാമ അറയ്ക്കും. മറുചേരിയിൽ അംഗബലവും ആയുധശേഷിയൊക്കെ കൂടുതലാ. പക്ഷേ അങ്ങനെ തോറ്റുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങോട്ട് കിട്ടിയതൊക്കെ പലിശയടക്കം കടം വീട്ടിയിരിക്കും. അതിനെ പണം മാത്രം പോരാ, ആൾബലവും അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനവും വേണം. എന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ കളക്ടർ മാപ്പ് അപേക്ഷിച്ച് ഈ വീട്ടുപടിക്കൽ വരണം. കാക്കി ഇനി സ്വപ്നം കാണാൻ പോലും പാടില്ല ചന്ദ്രബോസ്. പിന്നെ സുസ്മിത, അവൾക്കുള്ളത് ഞാൻ മനസ്സിൽ ഓങ്ങി വെച്ചിട്ടുണ്ട്. രാഘവേട്ട, ഇതെല്ലാം എളുപ്പം നടക്കാനുള്ള ഒരു വഴിയാ വെമ്പായം ഷൺമുഖദാസിന്റെ മകളുമായിട്ടുള്ള ബന്ധം. സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഷൺമുഖദാസ് നാളെ മന്ത്രിയാ. മിക്കവാറും ആഭ്യന്തരം തന്നെ കിട്ടും. ദേ, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധമാ. അത് മാത്രമല്ല, നല്ല കുട്ടിയാ മഞ്ജരി. മോനെ വിഷ്ണു, നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം അനുസരിച്ചല്ല നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത്. മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം. ഈ വീടിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. സത്യഭാമയും വിഷ്ണുവിനെയും രാഘവൻ നായരെയൊക്കെ കാണുമ്പോ ആൾക്കാർ മനസ്സിലെങ്കിലും പുച്ഛിച്ച് ചിരിക്കാതിരിക്കാൻ വേണ്ടി. മോനെ, നമ്മുടെ ആ പഴയകാല പ്രതാപം വീണ്ടെടുക്കാൻ. മോനെ, നിന്റെ അമ്മ ആ സരളയ്ക്കും അവളുടെ മകൾക്കും മുന്നിൽ തോറ്റുപോകാതിരിക്കാൻ. മോനെ, പോയൊരുങ്ങ്. ചെല്ല്, അവരിപ്പോഴിങ്ങെത്തും. ചെല്ലടാ. ചെല്ല്. കണ്ടോ, കാര്യം പറഞ്ഞ അവന് മനസ്സിലാവും.
നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം അനുസരിച്ചല്ല നമ്മൾ എപ്പോഴും ജീവിക്കേണ്ടത്. മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം. ബാജു, വല്യച്ഛൻ വലിയ സങ്കടത്തിലാ. എന്താ ചെയ്യാ? നീ ഒന്നും മിണ്ടില്ലല്ലേ? ഞാൻ നിന്നോട് കൂട്ടില്ല കേട്ടോ. ഈ സമയത്തല്ലേ നീ എന്തെങ്കിലും ഐഡിയ എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഇവിടെ ഇരിക്ക്. ഹലോ ആന്റി, പപ്പിക്കൊന്ന് ഫോൺ കൊടുക്കോ? പപ്പി മോളെ സംസാരിക്കുന്നേ. ആഹാ, നീയാണോ? ബോറടിക്കുന്നടി. നമുക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാം. സംസാരിക്കണ്ടെന്നോ? എന്ത് പറ്റി നിനക്ക്? വലിയ വിഷമത്തിലാണെന്ന് തോന്നുന്നു. ഞാൻ എല്ലാവരോടും പിണക്കത്തില്ല സത്യേ. വല്യച്ഛന് കല്യാണാലോചന നടത്തിയ അച്ഛമ്മ. അതിനെന്താ? വല്യച്ഛന് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. കല്യാണക്കാരി ഓർത്ത് വലിയ സങ്കടത്തിലാ. കല്യാണം ഒരു വഴിയുണ്ട്. ആ, പെട്ടെന്ന് പറ സത്യേ. നിന്റെ അച്ഛമ്മക്ക് നിന്നെ വലിയ ഇഷ്ടമല്ലേ? അച്ഛമ്മക്ക് വേറെ ആരെക്കാളോ എന്നെയാ ഇഷ്ടം. അപ്പൊ ഇത് വർക്കൗട്ട് ആവും. പറ, എന്താ പ്ലാൻ? താങ്ക്സ് സത്യേ. ഇത് ഉറപ്പായിട്ടും വർക്കൗട്ട് ആവും. ശരി, എന്നാ നീ വെച്ചോ. ഞാൻ ഇപ്പൊ തന്നെ പണി തുടങ്ങട്ടെ. കണ്ടോ ബാജു, നീ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നില്ലെങ്കിലും എന്റെ ഫ്രണ്ട് സത്യം എനിക്ക് ഐഡിയ പറഞ്ഞു തന്നു. ഇനി നീ കണ്ടോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. നീ വാ. ഇതെന്റെ ബ്രദറിലോയാ ജയരാജ്. അത് വൈഫ് രാജലക്ഷ്മി. ഓഹോ, അപ്പോഴേക്ക് എത്തിയോ? സുലോചനെ രാഘവേട്ടനും സത്യാമ്മയ്ക്കും അറിയാലോ. ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി മഞ്ജരി. മോളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഫംഗ്ഷനിൽ വെച്ച്. അങ്ങനെയാ ശരിക്കും ഇത് മുന്നോട്ട് നീക്കാന്ന് കരുതിയത്. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള കാര്യം വിജയകുമാർ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. എങ്ങനെ ഇത് സത്യാമ്മയുടെ അടുത്ത് പറയുന്നുള്ള പരുങ്ങലായിരുന്നു ഞാൻ. ആ, ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും കല്യാണമാണ്. രോഹിത്തെ, വിഷ്ണുവിനെ ചെന്ന് വിളിച്ചോണ്ട് വാ.
ദാസേ, ഞാൻ തന്നെ പോയി വിഷ്ണുവിനെ വിളിച്ചോണ്ട് വരാം. നിങ്ങൾ സംസാരിച്ചിരിക്കും. കുറച്ച് ഒതുങ്ങി നിൽക്കുമോളെ. ആ രാഘവേട്ടാ, കാലിനിപ്പോ എങ്ങനെയുണ്ട്? ആ സ്റ്റിക്കിന്റെ സഹായത്തോടെ നടക്കാന്നായിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ട് പരസഹായമില്ലാ പറ്റില്ല. ശരീരം എപ്പോഴാ ചതിക്കാന്ന് പറയാൻ പറ്റില്ല. വർഷങ്ങളായി ആയുർവേദമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒന്ന് മാറ്റി പിടിച്ചൂടെ? ഫിസിയോതെറാപ്പി ആയിപ്പോഴത്തെ ട്രെൻഡ്. എനിക്ക് പരിചയമുള്ളൊരു തെറാപ്പിസ്റ്റ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. ഈ ട്രെൻഡിനനുസരിച്ച് മുറിക്കാനുള്ള അല്ലല്ലോ ദാസേ കാല്. ഒന്ന് മുറിച്ച് പുതിയതൊന്ന് വെച്ച് കെട്ടാന്ന് വെച്ചാ ചിലപ്പോ ഉള്ളതും കൂടെ നശിച്ചു പോവും. പാമ്പും പഴയതാ നല്ലതാന്നല്ലേ ചൊല്ല്. ചികിത്സയിലും ബന്ധങ്ങളിലും ഒക്കെ അത് തന്നെയാ നല്ലതെന്ന് തോന്നുന്നു. ആ ഒക്കെ രാഘവേട്ടന്റെ ഇഷ്ടം. ആ. ഇപ്പൊ കല്യാണം നടക്കുന്നിടത്ത് സന്തോഷിരിക്കല്ലേ, ശരിയാക്കി തരാം. വിഷ്ണു, താഴെ കുറച്ചുപേര് വന്നിരിപ്പുണ്ട്. അവരെ സത്യഭാമ വിളിച്ചു വരുത്തിയതാ മകന്റെ കല്യാണാലോചനയ്ക്ക് വേണ്ടി. നിനക്ക് വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി വരാതിരിക്കാം. അവര് വന്നപടി മടങ്ങിപ്പോയിക്കോളൂ. ഈ കല്യാണാലോചന മുടങ്ങിപ്പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കല്യാണാലോചന മുടങ്ങിപ്പോകുന്നതൊക്കെ നാട്ടില് സർവ്വസാധാരണമാ. കല്യാണ തലേന്ന് വരനോ വധുവോ അവർക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്നും കല്യാണം മുടങ്ങിയെന്നും ഒക്കെ കേട്ട് ഇപ്പം നമ്മള് അതിശയിക്കാറില്ല. പക്ഷേ ഇത് സത്യഭാമയുടെ വീടാ. ഇവിടുത്തെ നടപ്പ് രീതികളും ശൈലികളും ഒക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. നാട്ടിലെ ന്യായം നടപ്പാക്കുന്നത് സത്യഭാമയാണെങ്കിൽ വീട്ടിലും അത് നടപ്പാക്കണം. നോക്ക്, ഒരിക്കൽ നിനക്ക് വേണ്ടി ഞാനൊരു കല്യാണ പന്തൽ ഇട്ടതാ. അവിടെ നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടി കാത്തിരുന്നു. അവൾ ആരോ എന്തോ, അതൊക്കെ വിട്ടേക്ക്. അതൊക്കെ പിന്നീടുണ്ടായ സംഭവങ്ങളല്ലേ. അന്ന് ആ വിവാഹ മണ്ഡപത്തിലേക്ക് നീ വന്ന് കയറിയത് മറ്റൊരു പെണ്ണിനെ താലി കെട്ടി അവളുടെ കൈയും പിടിച്ചോണ്ടാ. സത്യഭാമയുടെ തലവഴി ചാണകവെള്ളം കലക്കി ഒഴിച്ച പ്രതീതി. എടാ, സത്യഭാമയ്ക്കെന്നല്ല, ഏതൊരമ്മയ്ക്കും
ഉള്ളതല്ല സത്യഭാമയുടെ മകന്റെ ജീവിതം. അമ്മേ, എനിക്കൊരു മനസ്സുഹൃദയവും ഇല്ലേ? എന്റെ ജീവിതം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതുവരെ നിന്റെ തീരുമാനത്തിനനുസരിച്ചാ നിന്റെ ജീവിതം മുന്നോട്ട് പോയത്. അത് ചൂണ്ടിക്കാണിക്കാനാ ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇനി എന്റെ ഇഷ്ടം കൂടെ പരിഗണിക്കണം. അതൊരു പക്ഷെ നിനക്ക് നല്ലതായി വന്നെങ്കിലോ എന്നല്ല, നല്ലതാകും. അതെനിക്ക് ഉറപ്പുണ്ട്. ശാലിനിക്ക് പകരം മറ്റൊരു പെൺകുട്ടി, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലമ്മേ. ഉറപ്പ്? ഉറപ്പ്. ശരി, നിന്റെ ഇഷ്ടം. പ്രായപൂർത്തിയായ ഒരു പുരുഷന് നിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധിക്കാനാവില്ല, പ്രത്യേകിച്ച് കല്യാണ കാര്യത്തിൽ. അത് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഒപ്പം എനിക്കും എന്റേതായ തീരുമാനങ്ങളുണ്ട്. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം നിനക്കറിയാലോ. മുമ്പൊരു വട്ടം കുഴഞ്ഞു വീണപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അത് സംഭവിച്ചത് നന്നായെന്ന. അല്പം വൈകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ലെന്ന്. ദാ ഇത്രയും ടാബ്ലറ്റ്സ് ഒരു ദിവസം ഞാൻ കഴിക്കുന്നത്. അതിലൊരെണ്ണം, ഒറ്റയൊരെണ്ണം മുടങ്ങിയ ഈ സത്യഭാമ പിന്നെ ഇല്ല. സത്യഭാമ ക്ഷണിച്ചു വരുത്തിയ അതിഥികളെ അപമാനിച്ചു വിട്ട നീ താഴേക്ക് വരാതിരുന്ന അത് ഞാൻ മുടക്കും വിഷ്ണു. അമ്മേ, എന്തായാലും ഉടനെ ഈ വീട്ടിലൊരു ചടങ്ങ് നടന്നേ പറ്റൂ. ഒന്നുകിൽ നീ ഞാൻ പറയുന്ന പെണ്ണിന് പുടവ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഈ വീടിന്റെ തളത്തിൽ കൂടി പൊതിച്ചു കിടക്കും. നീ പേടിക്കണ്ട, നീ കാരണമാണതെന്ന് ആരും അറിയില്ല. എല്ലാം കൊണ്ടും നിനക്ക് ഗുണമേ ഉണ്ടാവൂ. നിന്റെ അച്ഛൻ പരിഹസിക്കുന്നത് പോലെ സുഗ്രീവാജ്ഞകൾ കൊണ്ട് നിങ്ങളെയൊക്കെ വിലക്കാൻ പിന്നെ ഈ സത്യഭാമ ഉണ്ടാവില്ല. നിനക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ തേടി പിടിച്ചു കൊണ്ടുവന്ന് കൂടെ താമസിപ്പിക്കാം, ഇവിടെ തന്നെ. പക്ഷേ സ്വാഭാവിക മരണമോ ആത്മഹത്യയോ ആവില്ല സത്യഭാമയുടെ മരണം. കൊലപാതകം. ചെയ്തയാളെ അത് ജീവിതാവസാനം വരെ വേട്ടയാടും. ഇനി നിനക്ക് തീരുമാനിക്കാം. ഇന്നത്തേക്ക് വേണ്ടി നിനക്ക് ഞാൻ എടുത്തു വെച്ച ഷർട്ടായത്. കഴിഞ്ഞ വിഷുവിന് നീ എനിക്ക് എടുത്തു തന്ന കോടിമുണ്ട് ഉപയോഗിക്കാതെ എന്റെ അലമാരയിൽ ഭദ്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ആരേത് ഉപയോഗിക്കണമെന്നുള്ളത് നിന്റെ തീരുമാനം. ഒരുങ്ങി താഴെ എത്താൻ നിനക്ക് മുന്നിൽ 10 മിനിറ്റാ ഉള്ളത്.